ഗൈസ്, ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തരുന്നതിന് വേണ്ടിയിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് സ്കിന്നിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന്. സ്കിന്ന് നല്ല സ്മൂത്താക്കി വെക്കാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാസ് ഹെവൻ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാക്ക് പരിചയപ്പെടാം. നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള പാക്കാണ്. 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു പാക്കും ആയിരിക്കും. ഞാൻ കൂടുതൽ വീഡിയോസ് വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് പൈസ മുടക്കി നമുക്ക് ചെയ്യുന്നതിനേക്കാളുപരി നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ നല്ലൊരു രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന കൂടുതൽ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എല്ലാ രീതിയിലും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് ദിവസം കൂടി വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം അല്ല, 2 ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, നമുക്ക് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് റിംഗ് ലൈറ്റൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്ത. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോസ് അല്ല, ആ സമയത്ത് എടുക്കാൻ വെച്ചിരുന്ന വീഡിയോസിൻ്റെയൊക്കെ സംഭവങ്ങൾ, കണ്ടൻറ്റൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ പാക്കിനെ പറ്റി പറയാനുള്ളതായിരുന്നെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള പാക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇൻട്രൊഡക്ഷനായിട്ട് അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ ഇടയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, കുറേ പേരുടെ ഞാൻ ഈ വീഡിയോസിൽ കുറേ വീഡിയോസിൻ്റെ ഇടയിലൊക്കെ ഇത്ര ഇതുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ എന്ന് വെച്ചാൽ പാക്ക് ഉണ്ടാക്കുന്ന എന്താണെന്ന് മാത്രം ഇങ്ങനെ എടുത്ത് കാണുന്ന കുറേ പേരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് വീഡിയോ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പാക്ക് മാത്രം ഉണ്ടാക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പാക്ക് മാത്രം എങ്ങനെയാണ് എന്താണ് പാക്ക് എന്ന് മാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല യൂസ് ചെയ്യണം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ആ പാക്ക് മാത്രം അറിഞ്ഞിട്ട് എന്താ അലർജി ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ സ്കിന്നിന് ഇത് യൂസ്ഫുൾ ആവുമെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആഴ്ചയിൽ എത്ര ദിവസം ഉപയോഗിക്കണം. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം വേണം നിങ്ങൾ ഈ പാക്ക് അല്ലെങ്കിൽ അതെന്താണെന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ. അല്ലാതെ വീഡിയോ എന്താണ് പാക്ക് മാത്രമെന്ന് കണ്ടിട്ട് എന്ത് യൂസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയാം, എല്ലാ വീഡിയോസിലും എനിക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ പറ്റില്ല. അതെനിക്ക് ഒരുപാട് ലെങ്തി ആയി പോകും, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ വീഡിയോസിൽ ഞാൻ പറയും, ഇനി അടുത്ത വീഡിയോസിനൊന്നും ഞാനിത് പറയുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് കാര്യം മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഈ പാക്ക് ഉണ്ടാക്കുന്നത് മാത്രം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അവസാനം എന്നെ കുറ്റം പറഞ്ഞ് വരരുത്. എനിക്ക് ഇപ്പോഴും അതാണ് പറയാനുള്ളത്. പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം, എത്ര ദിവസമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ചില സ്കിൻ ടൈപ്പിന് തന്നെ ഡിഫറെൻറ്റ് മെത്തേഡായിട്ടായിരിക്കും ഇത് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് അല്ലാതെ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻസും അലർജിയും മുഖക്കുരും മുഖക്കുരു കൂടാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ നമുക്കിത് എന്തായാലും പാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എന്നാൽ അതിൻ്റെ ഇടയിലായിരിക്കും ഞാൻ വീഡിയോസിൻ്റെ ഇടയിലായിരിക്കും പറയുന്നത് എത്ര ദിവസം യൂസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി ബ്ലോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന ഓട്സ് ആണ്. എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു സാധനമാണല്ലോ ഓട്സ്. അപ്പോൾ നമ്മൾ അത് എടുക്കുന്നുണ്ട്. 2 സ്പൂൺ ഓട്സ് ആണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്കിപ്പോൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സ്പൂണിൻ്റെയൊക്കെ ആവശ്യം മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ അപ്ലൈ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ കയ്യിലെയും കാലിൻ്റെയൊക്കെ നീളത്തിനൊക്കെ അനുസരിച്ചുള്ള അളവ് ചേർക്കുക. എന്നിട്ട് കുറച്ച് പാലാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതിനെന്ന് വെച്ചാൽ പാലിൻ്റെ അളവ് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ വെള്ളം പോലെ ഇരിക്കും, അതെന്താ ഒഴുകി നടക്കുന്ന പോലെ ഇരിക്കും സ്കിന്നിൽ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഇത് കുതിർക്കാൻ വെച്ചിരിക്കണം. ഒരു 2-3 മണിക്കൂറൊക്കെ കുതിർക്കാൻ വെച്ചിരുന്നാൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുന്നത് മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ കസ്തൂരി മഞ്ഞളാണ്. മഞ്ഞൾ പാക്കറ്റിൽ കിട്ടുന്ന കസ്തൂരി മഞ്ഞളെന്ന് വെച്ചാൽ കറക്റ്റ് മഞ്ഞ കളറിൽ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളത് പാക്കറ്റിൽ വാങ്ങിക്കുന്നത് മതി. വീട്ടിൽ ഉപയോഗിക്കുന്നത് വീട്ടിലുള്ള സാധാ കസ്തൂരി വീട്ടിൽ കിട്ടില്ലേ, അത് നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ്. അതൊന്ന് മിക്സിയിലിട്ട് ഇതും ഇപ്പം ഞാനിതെന്ന് വെച്ചാൽ കുതിർത്തെടുത്തിട്ടേ
ഉള്ളൂ. ഇപ്പോൾ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇപ്പം ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് പൊടി പോലെ ഇരിക്കും, ചിലപ്പോൾ താഴോട്ടൊക്കെ വീഴുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്, ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മഞ്ഞളൊക്കെ ഇല്ലേ, വീട്ടിലെ മഞ്ഞളും ഈ ഓട്സും ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ നന്നായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവർ ഇപ്പോൾ പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓട്സ് പൊടിച്ചതിന് ശേഷം ഇങ്ങനെ പാലിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം മാത്രം മതി, അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓട്സിന് വിലയാണ് എന്നത് ഉദ്ദേശം മാത്രമല്ല, ഓട്സ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് സ്കിന്നിന് അത്ര നല്ലതല്ല. സോ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 3 ദിവസം മാത്രം മതി. ആക്ച്വലി ഇത് ഇപ്പം ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കാതെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു സ്ക്രബ് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആഴ്ചയിൽ 3 ദിവസം മാത്രം മതി. പിന്നെ വൈകിട്ട് സമയത്തിൽ ഉപയോഗിക്കാൻ നോക്കുക. രാത്രി ഉപയോഗിച്ചാലും രാത്രി ഉപയോഗിക്കാം, വൈകിട്ടും രാവിലെ ഉപയോഗിക്കേണ്ട. പിന്നെ ഒരു എടുത്തു പറയാനുള്ള സാധനം വെച്ചാൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ തേക്കുന്ന സമയത്ത് ഇത് വെയിൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് വാഷ് ഔട്ടൊക്കെ ചെയ്തതിന് ശേഷം വെയിൽ കൊള്ളാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. കാരണം മഞ്ഞൾപ്പൊടി ഇതുപോലെയുള്ള കസ്തൂരി മഞ്ഞൾ തേച്ചിട്ട് നമ്മുടെ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സ്കിന്നിൽ നിന്ന് പിന്നെ ഡാർക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ ചൂടാക്കി തണുത്ത പാലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ചൂടാക്കി തണുത്ത പാലാണ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത്. പശുവും പാലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ആട്ടിൻ്റെ പാലും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് ഇത്രയും മാത്രം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഇത്ര സിമ്പിളായിട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് നന്നായിട്ട് ഇത് യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് പണിപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ സാധനം വാങ്ങിച്ചു വെച്ചിരുന്ന വീട്ടിലല്ല ഹോസ്റ്റലിലൊക്കെ യൂസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.